Good morning, students. Here we are discussing that 27th chapter of Nios mathematics, that is differentiation of trigonometric functions. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഡിഫറൻസിയേഷനും അതുപോലെ തന്നെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എന്താണ് ഡിഫറൻസിയേഷൻ വഴി അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എങ്ങനെ ഡിഫറൻസിയേഷനിൽ നമ്മൾ യൂസ് ചെയ്യാമെന്നാണ്. തുടക്കത്തിൽ തന്നെ നമ്മളോട് പറയുന്നത് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉണ്ട്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ f dash x, that means f dash x is equal to limit h tends to 0, that is f of x plus h minus f of x divided by h. So by using this formula, ഈ ഫോർമുല വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, കോട്ട് എക്സ്, സീക്ക് എക്സ് ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രൂവ് ചെയ്യുന്നു. എന്താണെന്ന് പ്രൂവ് ചെയ്യുന്നു. നമുക്ക് കിട്ടും സൈൻ എക്സ് എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടും, കോസ് എക്സ് കിട്ടും. കോസ് എക്സിൽ നിന്നുള്ളത് നമുക്ക് എന്ത് കിട്ടും, മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടും. അതുപോലെ തന്നെ എന്താണ് നമുക്ക് ടാൻ എക്സ് എന്നുള്ളത് സിക്സ് സ്ക്വയർ എക്സ് എന്ന് കിട്ടും. കോട്ട് എക്സ് എന്നുള്ളത് മൈനസ് സിക്സ് സ്ക്വയർ എക്സ് എന്നുള്ളത് കിട്ടും. സീക്ക് എക്സ് എന്നുള്ളത് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് എന്നുള്ളത് കിട്ടും. നമ്മൾ ഈ വീഡിയോയിൽ ഇത്രയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട് using first principle or first differentiate principle, we need to prove that sin x is the first question. Let y is equal to sin x. So here നമ്മൾ എന്തെടുക്കുന്നു, നമ്മൾ yക്ക് പകരമായിട്ട് നമ്മൾ എടുക്കുന്നു നമ്മളുടെ f of x is equal to sin x എന്ന് എടുക്കുന്നു. നമുക്ക് കുറച്ച് എളുപ്പമാവാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കൂടെ തന്നെ ഒന്നുകൂടെ എടുക്കുന്നു f x plus x എന്നുള്ളത് എന്തെടുക്കുന്നു, sin x plus h എന്നും കൂടെ എടുക്കുന്നു. നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ എക്സിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്തു, എച്ചും കൂടെ കൂട്ടിയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനകത്തേക്ക് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ നമ്മൾ അങ്ങനെ തന്നെ എഴുതുന്നു. യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ, നമ്മൾ ഓൾറെഡി അവിടെ കണ്ടിരുന്നു. എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് ലിമിറ്റ് h tends to 0 എന്നിട്ട് f of x plus h minus f of x divided by h. നമുക്ക് ഇതിനകത്ത് f of x-ൻ്റെ വാല്യൂ നമുക്ക് എവിടെയുണ്ട്, ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ f of x plus h-ൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ രണ്ട് വാല്യൂ എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് f dash x കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് f dash x എഴുതി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. f of x plus limit h tends to 0, f x plus h-ന് വേണ്ടിയിട്ട് f of x plus h-ന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, sin x plus h നമ്മൾ എഴുതി. ഓക്കെ, മൈനസ് f of x-ന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, sin x എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ h നമ്മൾ ഇത്ര എഴുതി. ഇപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ എന്താണ്, sin x plus h മൈനസ് എക്സ്, ഇതിനൊരു ഇക്വേഷൻ വേണം. നമ്മൾ ട്രിഗ്നോമെട്രി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ വി നോ എന്ന് പറഞ്ഞ് എഴുതുവാണേ, നമുക്ക് ഓൾറെഡി അറിയാം. എന്തറിയാം നമുക്ക്, സൈൻ എ മൈനസ് സൈൻ ബി ഈസ് ഈക്വൽ ടു 2 കോസ് എ പ്ലസ് ബി, കോസ് എ പ്ലസ് ബി ബൈ 2 ആൻഡ് ഇൻറ്റു സൈൻ എ മൈനസ് ബി ബൈ 2. നമ്മൾ ഈ ഫോർമുല എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. ഇൻസ്റ്റെഡ് ഓഫ് എ അല്ലെങ്കിൽ എക്ക് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, എക്സ് പ്ലസ് എച്ച് എന്നും എക്സിന് പകരമായിട്ട് നമ്മൾ ബി എന്നും എടുക്കുന്നു. കാരണം നമുക്കറിയാം, കാരണം സൈൻ എക്സ് പ്ലസ് എച്ച് എന്നുള്ള സ്ഥലത്ത് ഇവിടെ നമ്മൾ എ എന്നും ഇതിന് പകരമായിട്ട് നമ്മൾ ബി എന്നുമാണ് എടുത്തത്. നമ്മൾ ഈ എക്കും ബിക്കും പകരമായിട്ട് എക്സ് പ്ലസ് എച്ചും അതുപോലെ തന്നെ എക്സും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കൂട്ടിയാൽ മതി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് സൈൻ എക്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 cos a plus b divided by 2 sin a minus b divided by 2 എന്നുള്ളത് വെച്ച് എഴുതുന്നു നമ്മൾ. ഓക്കെ, നമുക്ക് എഴുതാമല്ലോ ഒന്നുകൂടെ. അപ്പം നമുക്ക് അതേപോലെ തന്നെ ഇക്വേഷൻ താഴേക്ക് എഴുതുന്നു. ലിമിറ്റ് h tends to 0 ദെൻ നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2 cos എക്ക് പകരമായിട്ട് എന്ത് ചെയ്യുന്നു, x plus h ബിക്ക് പകരമായിട്ട് പിന്നെ x ഡിവൈഡഡ് ബൈ 2. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് പകരമായിട്ട് സൈൻ ബിക്ക് പകരമായിട്ട് സൈൻ എ മൈനസ് ബി എഴുതുന്നു. സൈൻ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ
എക്സ് പ്ലസ് എച്ച് മൈനസ് ബി ഏതാണ് എക്സ് ഇവിടെ മൈനസ് എക്സ് ഓക്കെ ഡിവൈഡഡ് ബൈ 2 നമ്മൾ ഇവിടുത്തെ എച്ച് മറന്നു പോകരുത് അതും കൂടെ എഴുതി ഡിവൈഡഡ് ബൈ എച്ച് എന്ന് എഴുതി ഓക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇത് സോൾവ് ചെയ്യാൻ പറ്റും നോക്കും നമുക്ക് അറിയാം ഇവിടെ പ്ലസ് എക്സും മൈനസ് എക്സും നമ്മൾ ക്യാൻസൽ ചെയ്തു പ്ലസും മൈനസും ക്യാൻസൽ ചെയ്തു ഈ എക്സും കൂടെ നമുക്ക് കൂട്ടി എഴുതാം അപ്പോൾ അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്ത് താഴത്തേക്ക് എഴുതാലോ ലിമിറ്റ് h ടെൻസ് ടു 0 2 കോസ് ബ്രാക്കറ്റിൽ എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് എച്ച് ആൻഡ് സൈൻ എക്സ് എക്സും ക്യാൻസൽ ആയി h/2 മാത്രമേ ഉള്ളൂ h/2 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് എന്ന് എഴുതി ഓക്കെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഈ എച്ചില്ലേ ഇത് ഈ ടൂവിനെ നമുക്ക് താഴോട്ട് കൊണ്ടുവരാം ഈ താഴോട്ട് കൊണ്ടുവരുമ്പോൾ ഇതെന്താവും h ഡിവൈഡഡ് ബൈ 2 എന്നാവും അത് ഇവിടെ നിന്നൊരു എഴുതാണ് ഞാൻ ലിമിറ്റ് h ടെൻസ് ടു 0 കോസ് 2x പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ h/2 ഡിവൈഡഡ് ബൈ h ഡിവൈഡഡ് ബൈ 2 ഇവിടെ ഉണ്ടായിരുന്ന ഈ കോസിൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന 2നെ ഞാൻ എന്ത് ചെയ്തു താഴത്തേക്ക് കൊണ്ടുവന്നു ഓക്കെ അതുകൊണ്ട് h ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യാം ലിമിറ്റ് അപ്ലൈ ചെയ്യാം അപ്പോൾ അടുത്ത പേജ് ലിമിറ്റ് h ടെൻസ് ടു 0 ആയി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കോസ് ആദ്യത്തെ വാല്യൂ കോസ് 2x പ്ലസ് h divided by 2 and limit h tends to 0 sin h/2 divided by h/2 ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും എന്ത് ഒരു സ്ഥലത്ത് മാത്രം h/2 മൾട്ടിപ്ലിക്കേഷൻ ആണ് നമുക്ക് കോസ് 2x പ്ലസ് h ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ h/2 ചെയ്യുന്നതും സൈൻ h/2 ഡിവൈഡഡ് ബൈ h/2 ചെയ്യുന്നതും രണ്ട് സെയിം ആണ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടാം ഈ രണ്ടാമത്തെ വാല്യൂ ഇല്ലേ ഇത് ഈ സൈൻ h/2 ഡിവൈഡഡ് ബൈ h/2 ഈ വാല്യൂ എന്താണ് 1 ആണ് വാല്യൂ ഓക്കെ ഈ വാല്യൂ നമുക്ക് 1 ആയിട്ട് കിട്ടും അതെങ്ങനെ 1 ആയിട്ട് കിട്ടും ഇവൻ ഒന്ന് ചിന്തിച്ച് നോക്കി h ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ h ടെൻസ് ടു 0 ആകുമ്പോൾ h/2 എന്താണ് ഓട്ടോമാറ്റിക്കലി ടെൻസ് ടു 0 ആണ് അപ്പോൾ ആ വാല്യൂ എന്തായി 1 ആയി സൈൻ 0 ഡിവൈഡഡ് ബൈ 0 ദാറ്റ് വിൽ ബി 1 ഓക്കെ ടെൻസ് ടു 0 ആയതുകൊണ്ട് 1 എന്നുള്ള വാല്യൂ ആയി അവിടെ ലിമിറ്റ് വരുന്നതുകൊണ്ട് അപ്പോൾ പിന്നെ ഈ ഭാഗത്ത് നോക്കുക ലിമിറ്റ് h ടെൻസ് ടു 0 കോസ് 2x പ്ലസ് h ഡിവൈഡഡ് ബൈ 2 എന്നാണ് നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഈ h എന്നുള്ളത് നമുക്ക് 0 ആയിട്ട് എടുക്കാം ഇവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ കോസ് 2x പ്ലസ് 0 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി ഓക്കെ കോസ് 2x ഡിവൈഡഡ് ബൈ 2 നമുക്ക് എന്ത് കിട്ടും കോസ് 2x ഡിവൈഡഡ് ബൈ 2 എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാം കോസ് x എന്ന് എഴുതാം നമ്മുടെ ചോദ്യം എന്തായിരുന്നു f of x ഈസ് ഈക്വൽ ടു സൈൻ x ആണെങ്കിൽ f ഡാഷ് x യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ f ഡാഷ് x എന്താണ് കോസ് x ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു ഓക്കെ ഇതാണ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു f of x ഈസ് സൈൻ x ആണെങ്കിൽ f ഡാഷ് x അല്ലെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് f of x എന്ത് ചെയ്യുന്നു നമുക്ക് f of x സൈൻ x ആണെങ്കിൽ f ഡാഷ് x എന്ത് കോസ് x ആയിട്ട് നമുക്ക് കിട്ടുന്നു ഓക്കെ അപ്പോൾ നമുക്ക് f of x കോസ് x ആണെങ്കിൽ ചെയ്ത് നോക്കാം ലെറ്റ് y ഈസ് ഈക്വൽ ടു കോസ് x അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ f of x ഈസ് ഈക്വൽ ടു കോസ് x എന്ന് എടുത്തു ആ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്തു f x പ്ലസ് y എന്ത് ചെയ്തു x പ്ലസ് h എന്ത് ചെയ്തു കോസ് x പ്ലസ് h എന്ന് എടുത്തു ഓക്കെ അപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ നമുക്ക് ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാം ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുമ്പോൾ എന്താവും യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഇതിങ്ങനെ എഴുതി തന്നെ പഠിക്കണം കേട്ടോ എഴുതി ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ഓരോ ക്വസ്റ്റിനും എഴുതണം എഴുതി നമുക്ക് പഠിക്കാൻ പറ്റും f of x ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 f of x പ്ലസ് h മൈനസ് f of x ഡിവൈഡഡ് ബൈ h ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നു f ഡാഷ് x കോസ് എക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഓക്കെ f of x പ്ലസ് h എന്താണ് ഇവിടെ കോസ് x പ്ലസ് h ആണ് നമ്മളത് എന്ത് ചെയ്തു എഴുതുന്നു ലിമിറ്റ് h ടെൻസ് ടു 0 കോസ് x പ്ലസ് h മൈനസ് കോസ് x പ്ലസ് h മൈനസ് f of x എന്താണ് ഇവിടുത്തെ f of x ആണ് കോസ് x മൈനസ് കോസ് x ഡിവൈഡഡ് ബൈ
എച്ച് ഡിവൈഡ് ബൈ എച്ച് എന്ന് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത നോക്കാൻ നമുക്ക് എന്ത് ചെയ്യാന്ന്, ഈ കോസ് എക്സ് പ്ലസ് എച്ച് മൈനസ് കോസ് എക്സ്, ഇതിന് എന്തെങ്കിലും വഴിയുണ്ടോ നോക്കണമല്ലോ നമുക്ക്. നമുക്ക് വെറുതെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റിയല്ലോ. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും നമ്മളൊരു ഇക്വേഷൻ വീനോ എന്ത് നമുക്കറിയാം കോസ് എ മൈനസ് ബി ഈസ് ഈക്വൽ ടു കോസ് എ മൈനസ് കോസ് ബി ആണ്. കോസ് എ മൈനസ് കോസ് ബി ഈസ് ഈക്വൽ ടു -2 sin a plus b minus 2 sin a plus b divided by 2 dot sin or product sin a minus b divided by 2. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും a എന്നുള്ളത് എക്സ് പ്ലസ് എച്ച് ആയിട്ടും b എന്നുള്ളത് എക്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. f of x is equal to limit h tends to 0 instead of cos x plus h minus x ന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, -2 sin എക്ക് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, x plus h plus x വന്നു. ഓക്കെ, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എന്താണ് അടുത്തത്, sin a minus b. a എന്തായിരുന്നു, x plus h minus b എന്താണ്, x വന്നു, ഡിവൈഡഡ് ബൈ 2 there. ഓക്കെ, ഇനി all divided by h എടുത്തു, all divided by h. നമുക്ക് ഇവിടെ ഈ മൈനസ് ഉണ്ടല്ലോ, നമുക്ക് ഈ മൈനസ് ഒരു ഇതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ മൈനസ് നമ്മൾ പുറത്തേക്ക് എടുക്കും, ലിമിറ്റിന് ഇപ്പുറത്തേക്ക് ഇങ്ങോട്ടേക്ക് എടുക്കും. ഓക്കെ, മൈനസ് ലിമിറ്റ് h tends to 0 is equal to 2 sin x and x will be x plus x 2x plus h divided by 2 and x minus x will be x is equal x minus x 0 ആയി പോകും. അതുകൊണ്ട് എന്ത് കിട്ടും നമുക്ക്, sin h divided by 2 all divided by h എന്നെടുക്കാം. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഈ h ഈ ഡിനോമിനേറ്ററിൽ ഇവിടുത്തെ ഈ എച്ചിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതുപോലെ തന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, വാല്യൂ 1 തന്നെ. അപ്പം നമുക്ക് വ്യത്യാസമൊന്നും വരുന്നില്ല. h ഡിവൈഡ് ബൈ 2 ചെയ്തു, ആ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, ഈ രണ്ടോടെ നമ്മൾ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. അപ്പം നമുക്ക് ഈ വാല്യൂ എന്ത് കിട്ടും, വാല്യൂ എന്താണ്, ഇപ്പോഴത്തെ മൈനസ് ലിമിറ്റ് h tends to 0 sin 2x plus h divided by 2 sin x divided by 2 and sin h by 2 divided by h by 2. നേരത്തെ പോലെ ഈ h by 2 ഓൾ ഡിവൈഡഡ് ആയിരുന്നു, എവിടെ മൾട്ടിപ്ലൈ ചെയ്താലും സെയിം ആയിരിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തത്. ഈ 2 എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്നതാണ് കേട്ടോ, ഇതിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ എന്താണ് നമുക്ക് ലിമിറ്റിൻ്റെ വാല്യൂസ് അങ്ങോട്ട് അപ്ലൈ ചെയ്യാം. നമുക്കിവിടെ ഓക്കെ ലിമിറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാണ്. മൈനസ് ലിമിറ്റ് h tends to 0 ഫസ്റ്റ് കേസിൽ sin 2x plus h divided by 2. ഓക്കെ, ഫസ്റ്റ് കേസ് അവിടെ ഇരിക്കട്ടെ. അടുത്ത കേസിൽ ഇൻറ്റു ഡോട്ട് ലിമിറ്റ് h tends to 0യും അതുപോലെ തന്നെ h by 2 tends to 0. നേരത്തെ കേസിൽ നമ്മൾ കണ്ടു h tends to 0 അല്ലെ h by 2 tends to 0 എന്ന് പറയുന്നത് എന്താണ്, ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ട് sin h by 2 divided by h by 2. അപ്പോൾ ഈ പോർഷൻ എന്തായി മാറി, 1 ആയിട്ട് മാറി. ഓക്കെ, sin h by 2 divided by h by 2 എന്തായി, 1 ആയി മാറി. അപ്പോൾ നമ്മൾ ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താവും, ഈ h is equal to 0 അല്ലേ, sin 2x divided by 2. sin 2x divided by 2 വരുമ്പോൾ എന്തായി, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് മറന്നു പോകരുത്. അപ്പോൾ വാല്യൂ എന്തായി, 2x divided by 2 എന്ന് പറയുമ്പോൾ മൈനസ് sin x ആയി. നമുക്ക് f of x എന്തായിരുന്നു, f of x is equal to cos ആണെങ്കിൽ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ നമുക്ക് എന്ത് കിട്ടും, f dash x is equal to മൈനസ് sin x എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കോസ് എക്സിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ സൈൻ എക്സിൻ്റെ കാര്യത്തിലും നമ്മൾ പ്രൂവ് ചെയ്തു. അടുത്തത് ടാൻ എക്സിൻ്റെ കാര്യത്തിൽ കോസും സൈനും കോസും കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ളതായിരുന്നു ടാൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് ടാൻ എക്സിൻ്റെ കാര്യത്തിൽ നോക്കാം. നമ്മൾ അവിടെ എന്ത് ചെയ്തു, f of x is equal to tan x എന്നെടുത്തു. fx plus h is equal to tan
എക്സ് പ്ലസ് എച്ച് എന്ന് എടുത്തു നമ്മൾ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ്? ഫസ്റ്റ് പ്രിൻസിപ്പിൾ മറന്നു പോകരുത്. എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചും അതുപോലെ തന്നെ എഫ് ഓഫ് എക്സും നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഓഫ് എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എന്തൊക്കെയാണ് വരുന്നത്? ടാൻ എക്സ് പ്ലസ് എച്ച് മൈനസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഞാൻ എന്ത് ചെയ്തു? ഈ എച്ചിനെ ഞാൻ പുറത്തേക്ക് എടുക്കും. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ടാൻ 1 by h into tan x plus h minus tan x എന്ന് എഴുതി. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് ടാൻ എക്സിനെ വെച്ചിട്ട് നമുക്ക് വലിയ ഇക്വേഷൻ ഒന്നും ടാൻ എ മൈനസ് ബി എന്നും അല്ല ടാൻ എ മൈനസ് ടാൻ ബി ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. നമുക്ക് എന്താ ഒരു വഴിയുള്ളത്? നമുക്ക് ഈ ടാനിനെ നമുക്ക് എന്ത് എഴുതാം? നമുക്കറിയാം ടാൻ ഈസ് ഈക്വൽ ടു ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് ആണെന്ന് അറിയാം നമുക്ക്. സോ ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ഡിവൈഡ് ബൈ കോസ് ആണെന്ന് അറിയാവുന്നതുകൊണ്ട് നമുക്കിവിടെ എന്ത് ചെയ്യുന്നു? നമ്മൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 by h ഇൻറ്റു ടാന് പകരം നമ്മൾ സൈൻ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, സൈൻ എക്സ് പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് നമ്മൾ എഴുതി. ഓക്കെ, കഴിഞ്ഞില്ല. കാരണം നമുക്ക് എന്താണ് മെയിനായിട്ടൊരു മൈനസ് വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ യൂസിങ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഇത് തമ്മിൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും? മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ലിമിറ്റ് h tends to 0 1 by h is equal to 1 by h into sin x plus h into numerator രണ്ടാമത്തെ denominator cos x divided by cos x plus h into cos x minus cos x plus h into sin x എന്ന് വന്നു. ഓക്കെ, ഇനി നമുക്ക് ഒരു ഫോർമുല നമ്മൾ ട്രിഗ്നോമെട്രി ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോഴല്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമുക്ക് നേരത്തെ എന്തറിയാം? വീനോ എന്നെഴുതി. ഓക്കെ, സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. നമുക്കിവിടെ നോക്കിയേ, സൈൻ എ കോസ് ബി ആൻഡ് കോസ് എ സൈൻ ബി. ഇവിടെ നമുക്ക് എന്താണ്? സൈൻ എക്സ് പ്ലസ് എച്ച് കോസ് എക്സ് ആൻഡ് കോസ് എക്സ് പ്ലസ് എച്ച് ആൻഡ് സൈൻ എക്സ്. ഇത് എയും ഇത് ബിയും ഇത് ഏതാണ്? എയും ഇത് എയും ആൻഡ് ഇത് ബിയും അല്ലേ വരുന്നത്. അപ്പം നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യും. ഇതെന്താണ് വരുന്നത്? സൈൻ എ മൈനസ് ബി എന്നാണ് വരുന്നത്. അല്ലേ? നമ്മൾ ഈ ഫോർമുല അങ്ങ് യൂസ് ചെയ്ത് ഇതിന് പകരമായിട്ട് നമ്മൾ ഈ ഫോർമുല അങ്ങ് യൂസ് ചെയ്യുക. നമുക്കിവിടെ എഴുതാം ലിമിറ്റ് h tends to 0 1 by h ഇൻറ്റു ഇത് മൊത്തമായിട്ട് നമ്മൾ എന്ത് എഴുതി? സൈൻ എ മൈനസ് ബി എന്ന് എഴുതി. സൈൻ എ മൈനസ് ബി എന്താണ്? സൈൻ എ എന്തായിരുന്നു? h പ്ലസ് എക്സ് മൈനസ് എക്സ് എന്ന് എഴുതി. ഓക്കെ, ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് എന്നും കിട്ടി. ഓക്കെ, ഈ എക്സും എക്സൂടെ എന്താവും? ക്യാൻസൽ ആയി പോകും. അപ്പം നമുക്ക് എന്താ കിട്ടുന്നത്? ലിമിറ്റ് h tends to 0 1 by h is equal to sin h divided by cos h plus x into cos x എന്ന് കിട്ടി അല്ലേ? ഇങ്ങനെ കിട്ടിയില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഈ എച്ചിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സൈൻ എച്ചിനെയും ഈ 1 by h നമ്മൾ ഒന്നിച്ചങ്ങോട്ട് ലിമിറ്റിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എഴുതുന്നു. ലിമിറ്റ് h tends to 0 sin h divided by h ലിമിറ്റ്
h tends to 0, 1 by cos x plus h into cos x. ഓക്കെ, നമുക്കറിയാം ഈ വാല്യൂ എന്താവും? 1 ആവും. ഈ വാല്യൂ മൊത്തമായിട്ട് 1 ആയി. 1 ഇൻറ്റു ലിമിറ്റ് 1 ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്. ഈ എക്സ് എന്തായി? 0 ആയി. നമുക്കതവിടെ എഴുതാം. 1 ബൈ കോസ് എക്സ് പ്ലസ് എച്ച്, എച്ചിന് പകരം എന്തായി? 0 ഇൻറ്റു കോസ് എക്സ് അല്ലേ? നമുക്ക് കിട്ടിയ വാല്യൂ എന്താണ്? 1 ബൈ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്. കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്താണ്? കോസ് സ്ക്വയർ എക്സ്. നമുക്ക് കോസ് സ്ക്വയർ എക്സ് എന്തായിട്ട് എഴുതാം? നമുക്ക് 1 ബൈ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് ഈസ് ഈക്വൽ ടു 1 ബൈ കോസ് സ്ക്വയർ എക്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് എഴുതാം? എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് ഈസ് ടാൻ എക്സ് ആണെങ്കിൽ എഫ് ഡാഷ് എക്സ് എന്തായിരിക്കും? സീക്ക് സ്ക്വയർ എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 3 എണ്ണം പഠിച്ചില്ലേ? ഏതാണ്? സൈൻ എക്സ്, കോസ് എക്സ്, അതുപോലെ തന്നെ നമ്മൾ ടാൻ എക്സ് നമ്മൾ പഠിച്ചു അല്ലേ?